പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മെഡഗാസ്കർ ദ്വീപുകളിൽ വിചിത്രമായ രൂപവും ജീവിത രീതിയുമുള്ള ഒരു സസ്തനിയാണ് ലെമൂറുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാത്രി സഞ്ചാരകരായ പ്രൈമേറ്റുകൾ എന്ന വിശേഷണമുള്ള ഇവ പരിണാമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ കണ്ണികളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാരുമായും ലെങ്കൂർമാരുമൊക്കെ ഉൾപ്പെടുന്ന പ്രൈമേറ്റ് എന്ന വർഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഡഗാസ്കറിൽ മാത്രം കാണപ്പെടുന്ന ലെമൂർ കുടുംബത്തിലെ ഒരു അംഗമാണ് ഇവർ. മറ്റൊരു ജീവിവർഗത്തിനും കാണാത്ത തരം ശരീരപ്രകൃതിയാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. വവ്വാലിൻ്റെതുപോലുള്ള വലിയ ചെവികൾ, തിളങ്ങുന്ന മഞ്ഞ കണ്ണുകൾ, എപ്പോഴും വളരുന്ന പല്ലുകൾ എന്നിവ അയ്യയ്യകളുടെ പ്രത്യേകതയാണ്. എന്നാൽ ഇവയിൽ ഏറ്റവും ശ്രദ്ധേയം നീളമേറിയതും മെലിഞ്ഞതുമായ ഇവയുടെ നടുവിരലാണ്. മരത്തിനടിയിലുള്ള പ്രാണികളെ കണ്ടെത്താൻ അയ്യയ്യകൾ ഉപയോഗിക്കുന്ന പെർക്യൂസീവ് ഫോറേജിംഗ് എന്ന രീതി ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. മരത്തടികളിൽ നടുവിരൽ കൊണ്ട് വേഗത്തിൽ കൊട്ടി ഉള്ളിലെ ചലനങ്ങൾ ഇവർ മനസ്സിലാക്കുന്നു. ഇരയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് മരത്തൊലി കരണ്ടു മാറ്റും. തുടർന്ന് കൊളുത്തുപോലെ നീളമുള്ള വിരൽ ഉപയോഗിച്ച് പുഴുക്കളെ പുറത്തെടുക്കും. ഈ വിചിത്ര രൂപം തന്നെ ഇവയ്ക്ക് പലപ്പോഴും വിനയുമാകാറുണ്ട്. മെഡഗാസ്കറിലെ ചില പ്രാദേശിക വിഭാഗങ്ങൾക്കിടയിൽ ഒരു ദുശഗുണമാണ്. മാത്രമല്ല, മെഡഗാസ്കറിലെ വീടുകളിലെ മരണത്തെ ക്ഷണിച്ചുകൊണ്ടുവരുന്നതും ഈ ജീവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ കാണുന്നതാകട്ടെ ദുശഗുണവും. ഇത്രയും കാര്യങ്ങൾ പോരെ അയ്യനെ കണ്ട മാത്രയിൽ തല്ലിക്കൊല്ലുന്നതിന്? ഇത് തന്നെയാണ് മെഡഗാസ്കറിൽ സംഭവിക്കുന്നത്. പൂജയും മറ്റും നടത്തിയാൽ അയ്യയുടെ ശാപം മാറുമെന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെ കണ്ടാൽ തന്നെ ഗ്രാമം ഒഴിഞ്ഞു പോകണമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഓരോ ദിവസവും ഓരോ രാത്രിയിൽ ഓരോ വീടുകളിലേക്ക് എത്തി നോക്കുന്നതാണ് ഇതിന്റെ പണിയെന്നും വിശ്വസിക്കുന്നവരും ഏറെയാണ്. കൈവിരലുകളിൽ നടുവിലത്തേതിന് നീളം കൂടുതലാണ്. അത് ഉറങ്ങുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി ചോര കുടിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ഈ 21-ാം നൂറ്റാണ്ടിലുണ്ട് എന്നതാണ് സത്യം. മനുഷ്യരെ കണ്ടാൽ ഓടിപ്പോകാതെ കണ്ണു തുറിച്ചു നോക്കി നിൽക്കുന്ന തരം ജീവിയാണ് ഇത്. ഇതുതന്നെയാണ് ഇവയ്ക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും. കാഴ്ചയിൽ വല്ലാത്തൊരു രൂപവും തുറിച്ച നോട്ടവും നീണ്ട വിരലും ഒക്കെ കൂടുമ്പോൾ അന്ധവിശ്വാസവും അയ്യയ്ക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. മെഡഗാസ്കറിലെ വടക്കൻ ഭാഗത്തിലുള്ളവർ ഈ ശാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു വഴിയും കണ്ടെത്തിയിട്ടുണ്ട്. അയ്യനെ തല്ലിക്കൊന്ന് ഒരു കൊമ്പിൽ കെട്ടിത്തൂക്കി വീടിന് മുന്നിൽ വെക്കണം. ഇതോടെ ഗ്രാമത്തിന്റെ ശാപം ഒഴിഞ്ഞു പോകുമത്രേ. കാടുകൾ നശിപ്പിക്കപ്പെടുന്നതും വേട്ടയാടലുമാണ് അയ്യനെ നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ വിവിധ പരിസ്ഥിതി സംഘടനകൾ മെഡഗാസ്കർ സർക്കാരുമായി ചേർന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്.